വ്യാജമാകുന്ന, ഭോഷ്കാകുന്ന ബോധ്യങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ബോധ്യങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ജഡത്തിൻ്റെ ശക്തിയിലോ അല്ലെങ്കിൽ പൈശാചിക ശക്തിയിലോ ഒത്തിരി പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ, പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യമല്ല. ദേ ആർ റെഡി ടു ഡൈ, ഇല്ലേ? അവരുടെ ഐഡിയോളജിക്ക് വേണ്ടി. അതും ആ ഐഡിയോളജി എന്തുവാ? മെറ്റീരിയലിസം, ഭൗതികവാദം. മരിച്ച ശേഷം എന്തില്ല? ആത്മാവ് ഇല്ല, ഇല്ല, ദൈവം ഇല്ലല്ലോ. ഈ ഭൂമിയിൽ ഒരു ഉട്ടോപ്പിയ. അവർ മരിക്കുന്നത് കൊണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എങ്കിലും ഈ ഐഡിയോളജി, ഈ തത്വചിന്ത, ഇത് അടുത്ത ഒരു തലമുറയെങ്കിലും ഇത് ഈ ഭൂമിയിൽ കൊണ്ടുവരണം. മരിക്കാൻ തയ്യാറാ. നോക്കിയേ, മരണശേഷം പ്രതീക്ഷയില്ലാത്ത ഒരു തത്വശാസ്ത്രത്തിന് വേണ്ടി മനുഷ്യൻ എന്താണ്? മരിക്കാൻ തയ്യാറാ. ശ്രീലങ്കയെ അറിയാമല്ലോ, LTT. അവരുടെയും പ്രധാനപ്പെട്ട ഒരു പ്രകടമാകുന്നൊരു കാര്യം എന്താണെന്നറിയോ? എല്ലാവരുടെയും കഴുത്തിൽ ഒരു സൈനൈഡ് ഗുളിക ഉണ്ടെന്നുള്ള. കാരണം അവനറിയാം അവൻ മരിച്ച, അവൻ തീർന്നു. പക്ഷെങ്കിൽ ഈ ഒരു ഈലം, ഒരു ഭരണം വരണം, അതിനുവേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. അവൻ മരിക്കുന്നതോടുകൂടി അവന് അത് ഭാഗവാക്കുകളല്ലെന്നവനറിയാം. ബട്ട് സ്റ്റിൽ ഹി ഈസ് റെഡി. അവൻ്റെ വിശ്വാസം അവൻ്റെ ഉള്ളിൽ ആഴമായിട്ട് പതിഞ്ഞേക്കുക. എന്നാൽ നമ്മുടെ ഫിലോസഫി എന്താ? നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലെന്നും വരുവാനുള്ളതിനെ നമ്മൾ കാംക്ഷിക്കുന്നെന്നും, ഇല്ലേ? ക്രിസ്തുയേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണെന്നും ഇനി രണ്ടാമത് മടങ്ങി വരുമെന്നും നിത്യന്യായവിധി ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്നു. വിശ്വസിക്കുന്നെന്ന് പറയാൻ പറ്റുകയില്ല, പറയുന്നു. ആ പറച്ചിൽ വിശ്വാസമാകണം. അതാ എൻ്റെ കാര്യം. അത് വിശ്വാസമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയാം. എന്ത് വില കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, ഇല്ലേ? നമ്മൾ പലപ്പോഴും എന്തിനേറെ ഒരു കൂട്ടായ്മയ്ക്ക് പോലും പല പ്രിയപ്പെട്ടവർ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ശുശ്രൂഷിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, പലരും ഈ എങ്ങനെയും ഒന്ന് വരാതിരിക്കാനുള്ള എക്സ്ക്യൂസസ് അവരാദ്യം നോക്കുന്നേ. ഒന്ന് വരാതിരിക്കാനുള്ള ഒഴികഴിവുകൾ. പ്രിയരേ, എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ വിശ്വാസം എന്നുള്ളത് വാസ്തവത്തിൽ അത് ശരിയാണെന്നുള്ളത് തെളിയിക്കപ്പെടാനുള്ളതാകുന്ന ഒരു മുഖാന്തരം കൂടെയായിരുന്നു. അത് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ചേർത്ത് പഠിച്ചാൽ ആ സമകാലീന ചരിത്രവും കൂടെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 29, 30 തുടങ്ങിയ വാക്യങ്ങളിൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. അങ്ങനെ 2 സംവത്സരം പാർത്ത ശേഷം പൗലോസിന് തനിക്ക് ഒരു റിലീസ്, തനിക്കൊരു വിടുതൽ ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പിന്നീട് പാസ്റ്ററൽ എപ്പിസൽസ്, അതായത് തീത്തോസിൻ്റെ ലേഖനവും തിമത്തിയോസിൻ്റെ 1-2 ലേഖനവും കൂടെ ചേർത്ത് വായിച്ചാൽ നിശ്ചയമായിട്ടും പൗലോസ് തനിക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതായത് ഫിലേമോൻ്റെ ലേഖനത്തിൽ തന്നെ ആ കാര്യം താൻ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു റൂം എളുപ്പം നീ ഒരുക്കിക്കൊള്ളാൻ പറയുന്നു. അതുപോലെ തന്നെ ഫിലിപ്പി ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ താൻ പറയുന്നു, 2 നാൾ ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരണമെന്ന് എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലല്ലോ, എങ്കിലും നിങ്ങൾ നിമിത്തം ഞാൻ ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഞാൻ വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വരും എന്നുള്ള പ്രത്യാശ താൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് 1-ാം അധ്യായം ഫിലിപ്പി ലേഖനത്തിൽ. അതുപോലെ ഫിലോമോൻ്റെ ലേഖനത്തിൽ പറയുന്നു, എനിക്ക് വേണ്ടി ഒരു ഗസ്റ്റ് റൂം നീ ഒരുക്കിക്കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ 2 സംവത്സരത്തിൻ്റെ ശേഷം തനിക്ക് മോചനം കിട്ടി. അതിൻ്റെ ശേഷം ഒരുപക്ഷെ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്പെയിനിലും താൻ സുവിശേഷമായി കടന്നുപോയി കാണാം. വീണ്ടും താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും
പിന്നീട് റോമിലെ ആ കാരാഗ്രഹത്തിൽ, വീട്ടുതടങ്കലിലല്ല. ഈ 2 തടങ്കലുകൾ വ്യത്യസ്തമാണ്. ഈ 28-ാം അധ്യായത്തിൽ കാണുന്നത് സ്വാതന്ത്ര്യമുണ്ട്, തനിക്ക് പോകാനും വരുവാനും സംഭാഷിപ്പാനും ഒക്കെ ഉള്ളതാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. താൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്ത് താൻ 2 സംവത്സരം പാർക്കുകയാണ്. എന്നാൽ തിമത്യോസിൻ്റെ 2-ാം ലേഖനത്തിൽ കാണുന്ന ആ കാരാഗ്രഹ വാസമെന്നുള്ളത് ഈ വീട്ടുതടങ്കലല്ല. ഇത് 2 2. അവിടെ റോമിലെ മമ്രറ്റൈൻ പ്രിസൺ എന്ന് പറയുന്ന ഭൂനിരപ്പിന് താഴെയുള്ളതാകുന്ന, നിവർന്ന് കഷ്ടിച്ച് നിൽക്കാൻ കഴിയുന്ന ആ ചെറിയ ഇടുങ്ങിയ സാഹചര്യത്തിൽ തന്നായിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണ് 2 തിമത്യോസ്. ആ ലേഖനത്തിലും യാതൊരു വിധമാകുന്ന ഒരു 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 പ്രയാസമോ വേദനയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് തൻ്റെ നിര്യാണകാലം അടുത്തതുകൊണ്ട് തിമത്യോസിനോട് പറയുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. വചനം പ്രസംഗിക്കുന്നതിന് വില കൊടുക്കാനും നീ തയ്യാറായിക്കൂ. സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുമ്പം അതുകൊണ്ട് നിവരെ പോകാമെന്ന് നീ ചിന്തിക്കേണ്ട, കഷ്ടം സഹിക്കുക എന്നൊക്കെയുള്ള പ്രബോധനങ്ങൾ കൊടുത്തേച്ച്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നത്. എന്നിട്ട് താഴോട്ട് തന്നെ വിട്ടുപോയവരെക്കുറിച്ചും ഒക്കെ താൻ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് ശ്രമിക്കുക. കം ബിഫോർ വിൻ്റർ, ശീതകാലത്തിന് മുൻപേ വരിക. അങ്ങനെ വരുമ്പോൾ ഞാൻ കർപ്പോസിൻ്റെ പക്കൽ വച്ചിരിക്കുന്ന പുതപ്പും എൻ്റെ തുകൽ ലിഖിതങ്ങളും ഒക്കെ നീ കൊണ്ടുവരണം എന്ന് തിമത്യോസിനോട് പറയുന്നുണ്ട്. എന്നാൽ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ചില പാരമ്പര്യങ്ങളും ചില ചരിത്രങ്ങളും ഒക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, തിമത്യോസ് ചെല്ലുന്നതിന് മുൻപ് തന്നെ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത് കൊന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എനിവേ, ഒരു കാര്യം വ്യക്തമാണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അവസാനിക്കുന്നു എങ്കിലും കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളുടെ പ്രവൃത്തി ഇന്നും തീർന്നിട്ടില്ല. ഇത് തുടർന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ വരവ് വരെയും ഇത് തുടരും. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അതിലൊരു ഭാഗഭാക്കുകളാകുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം, ദൈവകൃപയ്ക്കായി അപേക്ഷിക്കാം. കർത്താവിൻ്റെ ആ ഉദ്ദേശം നമ്മൾ നിറവേറേണ്ടതിന് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ വരുന്നയാഴ്ച മുതൽ വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങൾ നമ്മൾ പഠിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക്